ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് പറയാറുണ്ട് അവർക്ക് ഹെയർ ലോസ് ആവാൻ കാരണം ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മുടി പോയത് എന്നൊക്കെ. അപ്പോൾ ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അത് കറക്റ്റാണോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മുടി സംരക്ഷിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ സംരക്ഷിക്കേണ്ടത് തലയാണ്. കാരണം തല ഉണ്ടായിട്ടേ മുടി ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ഹെൽമെറ്റ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല കംഫർട്ടായിട്ടുള്ള ഹെൽമെറ്റ് വേണം സെലക്ട് ചെയ്യാൻ. ഒരുപാട് ടൈറ്റ് ആവരുത്, അതുപോലെ ഒരുപാട് ലൂസായിട്ടും പോകരുത്. ഹെൽമെറ്റ് വെക്കുന്ന ടൈമിലും അതുപോലെ തന്നെ അത് ഊരുന്ന ടൈമിലും വളരെ സോഫ്റ്റായിട്ട് ചെയ്യുക, സ്ലോ ആയിട്ട് ചെയ്യുക. അതായത് സ്ലോ ആയിട്ട് ധരിക്കുക, സ്ലോ ആയിട്ട് രണ്ട് കൈയും വെച്ചിട്ട് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുകയും ചെയ്യുക. അല്ലാതെ സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഇങ്ങനെ ഒരു കൈ കൊണ്ടൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യില്ലേ, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഇങ്ങനെ ചെയ്യുന്ന ടൈമിലൊക്കെ ഹെയറിന് പുള്ളിങ് ഒക്കെ വന്നിട്ട് ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറഞ്ഞിട്ട് ഹെയർ ലോസ് ഉണ്ടാകുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതെന്താണ് എന്നുള്ളത് ഇതിന് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം കേട്ടോ. അതൊന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ട് ഹെൽമെറ്റ് വെക്കുകയും ചെയ്യുക. ഊരുന്ന ടൈമിലും വളരെ സ്ലോ ആയിട്ട് തന്നെ രണ്ട് കൈയും യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യും. ലോങ് റൈഡേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർ ഒരുപാട് ദൂരം റൈഡ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് ഹെൽമെറ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒന്ന് സ്കാൽപ്പിന് ബ്രീത്ത് ചെയ്യാനുള്ള ടൈമൊക്കെ കൊടുക്കുക. ഓക്കെ. പിന്നെ വരുന്നത് എന്താണ്, ഒരുപാട് റൈഡ് ചെയ്തിട്ട് സ്കാൽപ്പൊക്കെ വെറ്റായി അതുപോലെ വിയർത്തിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നവരൊക്കെ മടിക്കാതെ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഷാമ്പു യൂസ് ചെയ്തിട്ട് കുളിക്കുക. അപ്പോൾ സൾഫേറ്റ് ഫ്രീ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇത് നമ്മുടെ ഗ്രോ നേച്ചറിൻ്റെ ഹെർബൽ ഷാമ്പു ആണ് കേട്ടോ. ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ മുടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് എല്ലാം പറയാനുണ്ട്. അത് നാളെ ഇതേ ടൈമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഹെൽമെറ്റ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. നാളത്തെ വീഡിയോയിൽ പറയുന്ന ടിപ്സും കൂടെ കേട്ടിട്ട് അതുപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽമെറ്റ് കാരണം മുടി കൊഴിച്ചിൽ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മറക്കാതെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യൂ.